ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു സ്പോർട്സ് ബൈക്കുമായിട്ടാണ്. വേറെ ഏതുമല്ല, ട്രയംഫിൻ്റെ ഡൈറ്റോണ 675 എന്ന ബൈക്കാണ്. ഒരുപാട് പേർക്ക് അറിയപ്പെടുന്ന ബ്രാൻഡ് തന്നെ ട്രയംഫ്. കൂടാതെ ഡൈറ്റോണ വൺ ഓഫ് ദ അവരുടെ ഹിറ്റ് മോഡലാണ്. 2006 ട്രയംഫ് ഡൈറ്റോണ 675 ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു 3 സിലിണ്ടർ സ്പോർട്സ് ബൈക്കുമായിട്ടുമാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അത് അവരുടെ 650cc ഒരു 4 സിലിണ്ടർ ബൈക്കിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് ഈ ബൈക്ക് അന്ന് അവർ കൊണ്ടുവന്നത്. പിന്നെ അത് ലേറ്റർ ആ വണ്ടി നമ്മുടെ 675 ഭയങ്കര ഹിറ്റാകാൻ തുടങ്ങി. പിന്നെ ജാപ്പനീസ് ബ്രാൻഡ്സ് ആയിട്ടുള്ള അത് ബ്രാൻഡ്സായിട്ട് ഭയങ്കരമായിട്ട് ഒരു സക്സസ്ഫുൾ കോമ്പറ്റീഷൻ തന്നെ അവർക്ക് കൊണ്ടുവരാൻ പറ്റി. ലേറ്റർ അങ്ങനെ 2016 അവർ 675 സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. വേറൊന്നുമല്ല, അന്ന് സ്പോർട്സ് ബൈക്കിന് ഡിമാൻഡ് കുറയാൻ തുടങ്ങിയപ്പോൾ അവർ അത് ഗ്രാജുവലി കുറയ്ക്കാൻ തുടങ്ങി. പിന്നെ 2018 ശേഷമാണ് അവർ വീണ്ടും അതൊരു എന്താ പറയുക ഡൈറ്റോണ 675R എന്ന മോഡൽ അവർ വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ വൺ ഓഫ് ദ ഭയങ്കര സക്സസ്ഫുള്ളായി പിന്നെയും അത് മാറിക്കൊണ്ടിരിക്കുന്നു. സോ ഇത് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഡൈറ്റോണ 675യുടെ 2015 മോഡലുമായിട്ടുമാണ്. സോ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മൾ ഡൈറ്റോണയുടെ ഫ്രണ്ട് പോർഷൻ നോക്കുമ്പോൾ തന്നെ ഭയങ്കര അട്രാക്റ്റീവായിട്ടൊരു ഫ്രണ്ട് ഡൂം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഭയങ്കര ബൾക്കി ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഡൂം തന്നെയാണ്. പിന്നെ ഭയങ്കര ഒരു എയറോഡൈനാമിക് ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു നോർമൽ ഹെഡ്ലൈറ്റ്സാണ് വന്നിട്ടുള്ളത്. കാരണം ഒരു 2015 മോഡലാണ് നോർമൽ ഹെഡ്ലൈറ്റ്സ് വന്നിട്ടുള്ളത്. പിന്നെ ഏറ്റവും മുകളിൽ തന്നെ ഒരു പാർക്ക് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ വലിയൊരു എന്താ പറയുക ഒരു എയർ സ്കൂപ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 മിറേഴ്സും 2 സൈഡ്സും വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ തന്നെ കയാബയുടെ 41mm USD ഫോർക്കാണ് വന്നിട്ടുള്ളത്, സസ്പെൻഷൻ വന്നിട്ടുള്ളത്. പിന്നെ 2 സൈഡ്സിലും കുറച്ച് പ്രൊട്ടക്ഷൻ ഗാർഡും വന്നിട്ടുണ്ട്. പിന്നെ ബ്രേക്കിംഗ് ഒക്കെ നോക്കുമ്പോൾ തന്നെ ഒരു 2 ഡബിൾ ഡിസ്ക് ബ്രേക്കാണ് വന്നിട്ടുള്ളത്. ഒരു സ്വിച്ചബിൾ ABS ആണ് വന്നിട്ടുള്ളത്. പിന്നെ നിസിൻ്റെ കാലിപ്പേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. അലോയ്സൊക്കെ നോക്കുമ്പോൾ തന്നെ കാസ്റ്റ് അലുമിനിയം 5 സ്പോക്ക് അലോയ് വീൽസ് വന്നിട്ടുണ്ട്. ടയർസൊക്കെ വന്നിട്ടുള്ളത് 120/70 7-inch ടയേഴ്സാണ് വന്നിട്ടുള്ളത്. പിന്നെ നിസിൻ്റെ കാലിപ്പേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ട്രയംഫയുടെ സൈഡ് വൈസൊക്കെ നോക്കുമ്പോൾ തന്നെ എന്താ പറയുക ഭയങ്കര നമുക്കൊരു ബ്രോഡായിട്ടുള്ള ഷേപ്പ് പറയാൻ പറ്റില്ല. എന്നാൽ കുറച്ചുകൂടി ഒരു കോമ്പാക്റ്റ് ഒരു ഒതുക്കുള്ള വണ്ടി തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും കേട്ടോ. ഒരു ഡുവൽ കോമ്പിനേഷനാണ് മെയിനായി യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ബ്ലഡ് വിത്ത് ഒരു ബ്ലാക്ക് കോമ്പിനേഷനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫ്രണ്ട് ഡൂമിൻ്റെ സൈഡിൽ കൂടെ ഒരു സിൽവർ ഇൻസേർട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഡൈറ്റോണ 675 എന്ന ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സൊക്കെ വരുന്നത് ഫ്ലെക്സിബിൾ ആണെങ്കിൽ കൂടി നോർമൽ ഇൻഡിക്കേറ്റേഴ്സാണ് വന്നിട്ടുള്ളത്. LED ഇൻഡിക്കേറ്റേഴ്സ് അല്ല വന്നിട്ടുള്ളത്. പിന്നെ ടാങ്കൊക്കെ നോക്കുമ്പോൾ സൈഡ് പൈസൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഫുള്ളി കവേർഡ് എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ കൂടിയും ഭയങ്കര അലമ്പില്ലാത്ത രീതിയിലുള്ള ഒരു കവറിങ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ടാങ്കിൻ്റെ സൈഡ്സൊക്കെ നമ്മൾ തൈ സപ്പോർട്ടിന് വേണ്ടി ഒരു പാഡും കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് എന്തായാലും വെഹിക്കിളിൻ്റെ എഞ്ചിൻ സ്പെക്കിലേക്ക് തന്നെ പോകാം. ഡിസ്പ്ലേസിന് വന്നിട്ടുള്ളത് 675cc എഞ്ചിൻ ടൈപ്പ് വന്നിട്ടുള്ളത് ഇൻലൈൻ 3 സിലിണ്ടർ 4 സ്ട്രോക്ക് എഞ്ചിനും മാക്സിമം പവർ ഔട്ട്പുട്ട് 128 bhp 12,500 RPM മാക്സിമം ടോർക്ക് വന്നിട്ടുള്ളത് 74 Nm 11,900 RPM ആണ്. പിന്നെ ഫ്യൂൽ സിസ്റ്റം വന്നിട്ടുള്ളത് ഫ്യൂൽ ഇഞ്ചക്ഷനാണ്. പിന്നെ കൂളിംഗ് സിസ്റ്റം വന്നിട്ടുള്ള ലിക്വിഡ് കൂൾ എഞ്ചിനാണ്. പിന്നെ 6 സ്പീഡ് ഗിയർ ബോക്സാണ് വെഹിക്കിളിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഡൈറ്റോണയുടെ 675 നമുക്ക് വേറും മാതിരി പ്രൊണൗൺസ് ചെയ്യാൻ പറ്റും. 665 എന്ന് നമ്മൾ പ്രൊണൗൺസ് ചെയ്യും. പിന്നെ ഫ്രെയിം ടൈം വന്നിട്ടുള്ളത് ഫുള്ളി അലുമിനിയം ഫ്രെയിം വന്നിട്ടുള്ളത്. ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫ്രെയിം തന്നെയാണ് വെഹിക്കിളിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് റിയർ സസ്പെൻഷനൊക്കെ നോക്കുമ്പോൾ തന്നെ കയാബയുടെ മോണോഷോക്ക് സസ്പെൻഷനാണ് വന്നിട്ടുള്ളത്. പിന്നെ കൂടാതെ എക്സോസ്റ്റൊക്കെ നോക്കുമ്പോൾ തന്നെ ഒരു ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റോക്ക് എക്സോസ്റ്റ് അല്ല, ഇത് എയറോൻ്റെ എക്സോസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് റിയർ ടയർ പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ തന്നെ 180/55 7-inch ടയേഴ്സ് വന്നിട്ടുള്ളത്. അതും കാസ്റ്റ് അലുമിനിയം 5 സ്പോക്ക് അലോയ് വീൽസാണ്. കൂടെ റെഡ് ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്രേക്കൊക്കെ നോക്കുമ്പോൾ തന്നെ ഒരു സിംഗിൾ ഡിസ്ക് ബ്രേക്ക് വന്നിട്ടുള്ളത്. അതിലും നിസിൻ്റെ കാലിപ്പർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. 220 mm ഡയമീറ്ററും പിന്നെ സ്വിച്ചബിൾ ABS ആണ് വന്നിട്ടുള്ളത്.
നമ്മൾ ഗ്രാബ് ബാറൊക്കെ നോക്കുമ്പോൾ തന്നെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഗ്രാബ് ബാറാണ് കൊടുത്തിട്ടുള്ളത്. അതിന് മാറ്റ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 695 ട്രിപ്പിൾ എന്ന ഒരു നെയിമിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു വെൻറ്റും കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് വെഹിക്കിളിൻ്റെ റിയർ പോർഷൻ വരുമ്പോൾ തന്നെ ടൈലൈറ്റ്സ് ഒക്കെ നോക്കുമ്പോൾ തന്നെ ഒരു LED ടൈലൈറ്റ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. രണ്ട് സൈഡ്സിലും ഹാലജൻ നോർമൽ ഇൻഡിക്കേറ്റേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. സൈഡ് റിഫ്ലക്ടറും കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ബാക്കിൽ നോക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ബൾക്കി ഒരു ഫീൽ തന്നെ നൽകുന്നു. എസ്പെഷ്യലി ടയേഴ്സൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഭയങ്കര ബ്രോഡായിട്ടുള്ള ടയേഴ്സും അത്രയും നല്ലൊരു സ്പോർട്ടി ലുക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി വന്നിട്ടുള്ളത് 17.4 ലിറ്റേഴ്സും പിന്നെ കൂടെ തന്നെ ഡ്രൈവ് വെയിറ്റ് വന്നിട്ടുള്ളത് 167 kg ആണ്. നെക്സ്റ്റ് നമുക്ക് വെഹിക്കിളിലെ സീറ്റിംഗ് പൊസിഷനൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും ഒരു ഫീറ്റ് ഭയങ്കര ഓവർ ഹൈറ്റൊന്നുമില്ല. കറക്റ്റ്ലി കുറച്ച് ഹൈറ്റ് കുറഞ്ഞ ഒരു വെഹിക്കിൾ തന്നെയാണ്. ഫൂട്ട് കറക്റ്റായിട്ട് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്ന ഒരു പ്രശ്നമില്ല. ഒരു 5-7 ഇഞ്ചിനൊക്കെ ഫൂട്ട് എല്ലാവർക്കും പെട്ടെന്ന് നിലത്ത് കാല് കുത്താൻ പറ്റുന്ന അത്ര വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല. പിന്നെ നമുക്ക് ഇരിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, പിന്നെ സ്പോർട്സിലൊക്കെ ഇരിക്കുമ്പോൾ തന്നെ ഒന്നുകൂടി ലീൻ ചെയ്തിരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു കംഫർട്ടും അതിൻ്റെ ലുക്കും കിട്ടുള്ളൂ. സോ എസ്പെഷ്യലി എല്ലാ സ്പോർട്സിലേക്ക് നമുക്ക് കുറച്ച് ലീൻ ചെയ്തിരിക്കണം. ഇത് കുറച്ചും കൂടി ഇതിൻ്റെ ഹാൻഡിൽ പൊസിഷനൊക്കെ നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കംഫർട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. എന്തായാലും അത്യാവശ്യം നല്ല ലീൻ ചെയ്യണം എന്തായാലും ഇരിക്കുമ്പോൾ തന്നെ. ഭയങ്കര വേറെ അത്ര ഡിസ്കംഫർട്ടും തോന്നുന്നില്ല. നമുക്ക് ഹാൻഡിൽ ബാർ സ്വിച്ചസ് നോക്കുമ്പോൾ തന്നെ നോർമലി പാസ് സ്വിച്ച്, ഡിമ്മും ബ്രൈറ്റ്, ഇൻഡിക്കേറ്റേഴ്സ്, ഹോണ്, പിന്നെ എൻജിൻ കിൽ സ്വിച്ച്, സെൽഫ് സ്റ്റാർട്ട്, കിക്ക് സ്റ്റാർട്ട് ഇലക്ട്രിക് സ്റ്റാർട്ട് മാത്രമേ വെഹിക്കിൾ വന്നിട്ടുള്ളൂ. പിന്നെ മീറ്റേഴ്സൊക്കെ നോക്കുമ്പോൾ തന്നെ ഒരു അൺലോക്ക് വിത്ത് ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വന്നിട്ടുള്ളത്, ഒരു അൺലോക്ക് ടാക്കോമീറ്ററും പിന്നെ കൂടുതൽ തന്നെ ഡിജിറ്റൽ സ്പീഡോമീറ്റർ, ട്രിപ്പ് മീറ്റർ വന്നിട്ടുണ്ട്. പിന്നെ ലാപ്പ് ടൈമർ വന്നിട്ടുണ്ട്. ഒരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്. പിന്നെ പ്രോഗ്രാമബിൾ ഗിയർ ചേഞ്ച് ലൈറ്റ്സ് വന്നിട്ടുണ്ട്. പിന്നെ ക്ലോക്ക് വന്നിട്ടുണ്ട്. ഒരു കോഡഡ് കീ മൊബിലൈസർ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് വന്നിട്ട് കൂടിയ ഒരു മീറ്റർ തന്നെയാണ് ഈ വെഹിക്കിൾ വന്നിട്ടുള്ളത്. സോ നമ്മൾ ഡേറ്റോണ 695 ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. എന്തായാലും ഒരു രക്ഷയില്ലാത്ത പവറാട്ടോ. അങ്ങനെ ഓടിച്ചപ്പോൾ തന്നെ ഒരു എന്താ പറയുക, നമ്മളെ ഫ്രണ്ട് തന്നെ ബാക്കിൽ തന്നെ വീഴാൻ പോയി. അത്രയും ഒരു രക്ഷയില്ലാത്ത പവറാണ്. ഒരു 695 അൺമാച്ച്ഡായ പവർ വേണമെങ്കിൽ പറയാം. കംപ്ലീറ്റ്ലി റോ ഔട്ട്പുട്ട് തന്നെ ആ എഞ്ചിനിലുള്ള ഔട്ട്പുട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് തന്നെ എപ്പോഴും പറയാറില്ല, അവർ 695 ആണെങ്കിൽ ശരിയും ഒരു 1000 cc ബൈക്കിന് ഏകദേശം ഒരു കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർ തന്നെ നൽകുന്നൊരു വെഹിക്കിൾ തന്നെയാണ്. സോ വീണ്ടും അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വീഡിയോ കണ്ടുമുട്ടാം. ശരി തന്നെ, എൻ്റെ സൈനിങ് ഓഫ്. ബൈ.